ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറയിൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ട്, എന്തെല്ലാം ആനുകൂല്യങ്ങളിലൂടെ നമുക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക ഒരു ഇതാണ്. ഇപ്പോൾ ഒരു പുതിയ ഫോം നമ്മുടെ പഞ്ചായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിലോ ബ്ലോക്ക് തലത്തിലും ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അത് വീട്ടമ്മമാരായിട്ടുള്ള വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത മാതാവ് ഉണ്ട്, പിതാവുണ്ട്. അപ്പം മാതാപിതാക്കന്മാർക്കും ചെറിയ ഫാമിലി ആണെങ്കിൽ പോലും അവർക്കും ചില കാര്യങ്ങളൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ഉപജീവന മാർഗം, ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഫോം. എല്ലാവരും കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഫോം. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഇതാണ്. ഇതിൽ നിങ്ങൾ ഏതിലാണോ അപേക്ഷിക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടു കൊടുക്കാവുന്നതാണ്. ബ്ലോക്കിൽ നിന്നാണെങ്കിൽ ബ്ലോക്കിലും പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്തിലും കൊണ്ട് കൊടുത്ത് ഇത് ആനുകൂല്യം നിങ്ങൾ തന്നെ അതിനെ കറക്റ്റായിട്ട് നോക്കി ഫില്ല് ചെയ്ത് കൊണ്ട് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര പേജ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 പേജസ് ആണുള്ളത്. 8 പേജസിൽ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടാൻ അർഹതയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പം നമ്മളുടെ ജാതി ഏതാണ് എന്നൊക്കെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ച് നമ്മൾ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആനുകൂല്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടാവുമെന്ന് ഗുണമുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ അതിലൊന്നും പറയണ്ട. ഇതിനകത്തെന്ന് പറയുന്ന ഇത് ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മുൻഗണനകളും മാനദണ്ഡങ്ങളും, അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. സമഗ്ര നെൽകൃഷി. അപ്പോൾ ഇതിങ്ങനെ കൂടിയോജിച്ച് ആൾക്കാർക്ക് ചെയ്യാവുന്ന നെൽകൃഷി, അത് പാവത്തുങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വേണമെങ്കിൽ ഒരു 3-4 പേര് ചേർന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയൊരു നെൽപ്പാടം പാട്ടത്തിനെടുത്തോ എന്തെങ്കിലും രീതിയിൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം അതിൽ നിന്ന് കണ്ടെത്താം. പിന്നെ വാഴക്കൃഷി, അത് വാഴക്കൃഷി വികസനം, അത് ഇപ്പോൾ ഉള്ളവർ ഇച്ചിരി കൂടെ വികസിപ്പിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും വാഴക്കൃഷിക്കാർക്കും വേണ്ടിയുള്ളത്. കുരുമുളക് കൃഷി, കവുങ്ങ് കൃഷി, സംയോജിത കൃഷി വിഭാഗങ്ങൾ. അത് സംയോജിത കൃഷി വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കൃഷി ഐറ്റങ്ങളാണ്. തരിശ് ഭൂമി കൃഷി, ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറേ ഭൂമികളുണ്ടെങ്കിൽ അതിനെ എടുത്ത് പാട്ടത്തിനെടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയെ തന്നെ കൃഷി ചെയ്ത് നമുക്ക് ഒരു ജീവിതമാർഗം കണ്ടെത്താനുള്ളത്. പച്ചക്കറി കൃഷി കേട്ടോ. പച്ചക്കറി എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള പച്ചക്കറി കൃഷി. പിന്നെന്ന് പറയുന്നത് ഭവനമില്ലാത്തവർ, ഹരിത ഭവനം എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭവനമില്ലാത്തവർക്ക് ഭവനത്തിന് അപേക്ഷിക്കാനുള്ള ഇതാണ്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഉള്ളവർക്ക് വേണ്ടി ഹരിത ഭവനം കിട്ടാൻ വേണ്ടി. വസ്തു ഉള്ളവർക്ക് ഭവനം കിട്ടും, ഇല്ലാത്തവർക്ക് കിട്ടില്ല. പിന്നെ മണ്ണും വീടും പദ്ധതി എന്നും പറഞ്ഞ് ഇപ്പോൾ ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അപേക്ഷിക്കുകയാണെങ്കിൽ കിട്ടും. സോളാർ ഫെൻസിങ് കേട്ടോ. അപ്പോൾ സോളാറിൻ്റെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, തിന്നാൻ ആഹാരം ഇല്ലെങ്കിലും സോളാറാണല്ലോ അത്യാവശ്യം. വാഴക്കൃഷി, പിന്നെ വാഴക്കൃഷി, മറ്റേത് വാഴ വികസനം,
വികസിപ്പിച്ചെടുക്കുന്ന വാഴ കൃഷി വികസിപ്പിച്ചെടുക്കുന്നതിനുള്ളതും ഇത് തനി വാഴ കൃഷി നടത്താനുള്ളതും ഫലവൃക്ഷ തൈ കേട്ടോ, അത് ഫലവൃക്ഷ തൈ വിതരണത്തിന് ആവശ്യമായ നല്ല നല്ല ഫലവൃക്ഷങ്ങൾ നടാനുള്ള സ്ഥലവും ശേഷിയും നമ്മുടെ പറമ്പുകൾക്കുണ്ട് എങ്കിൽ അതിനെ മേടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയാണത്. പിന്നെ പ്രത്യേക കന്നുകാലി പരിചരണം പരിപാലനം കേട്ടോ, കന്നുകാലി പരിപാലനം, അതിന് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്ത ഗുണഭോക്താവായിരിക്കണം. അപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, പാവപ്പെട്ട നോക്കിയിട്ട് കാര്യം. 6-7 പശുവും 10-15 പശുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഗുണമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട, പാവത്തുങ്ങൾ നോക്കണ്ട. പാവത്തുങ്ങൾക്ക് വേണ്ടിയുള്ള പാവപ്പെട്ടവളുടെ ഇതാണ് കേട്ടോ, ചാനലാണ്. പശു വളർത്തൽ അത് കൊള്ളാം. പശു വളർത്താൻ നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും പശുവിനെ നിർത്താനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ അപേക്ഷിക്കാം. പശുവിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഒരു പശു ഉണ്ടെന്നും പറ്റത്തില്ല, 2 പശു ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഒരു പശു ചനയാവുമ്പോൾ ഒരു പശുവിനെ കറക്കാനുണ്ടെങ്കിൽ മാത്രമേ പാവപ്പെട്ടവന് നിന്ന് പിഴച്ച് പോകാനൊക്കൂ. അല്ലെങ്കിൽ അതും പട്ടിണി ഇവരും പട്ടിണി, അങ്ങനെയാവും. അതുകൊണ്ട് ഒരു പശുവിനെ പിന്നെ 2 പശുക്കളെ മേടിക്കാൻ തക്ക രീതിയിൽ ഒരു അരപ്പശുവിനെ വെച്ച് മേടിച്ച് എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം. കുറച്ച് കാലം നോക്കിയാൽ മതി, അപ്പോഴത്തേക്കും അതിൽ 2ഉം ചനയാവുകയും ഒന്നിനെ ചന പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അടുത്തതിനെ ചന പിടിപ്പിച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുന്നവർക്ക് രക്ഷപ്പെട്ടു പോകാം. പോത്തുകുട്ടി വളർത്തൽ അത് കൊള്ളാം. അത് പോത്തുകുട്ടി വളർത്തലാകുമ്പോഴത്തേക്ക് ഒരു പോത്തിനെ മേടിച്ച് നിർത്തി അതിനെ വളർത്തി അതിനെ വിറ്റതിന് ശേഷം രണ്ട് പോത്തിനെ മേടിച്ച് നിർത്തി കുഞ്ഞു പോത്തുകളെ 10-15 രൂപ 20 രൂപയൊക്കെ ആവും ഒരു കുഞ്ഞു പോത്തിന്. അതിനെയൊക്കെ മേടിച്ച് വളർത്തിയെടുത്ത് വിറ്റും അതിനെ സമ്പാദിച്ച് അതിനെ മേടിച്ച് നിർത്തണം. കിട്ടിയ പാടെ ആ കാശെല്ലാം കൂടെ നമ്മൾ തന്നെ എടുത്ത് അടിച്ച് നിർത്താൻ പണിയായി. പിന്നെ അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ അത് കൊള്ളാം. അത് സംഭവം കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൻ്റെ 4 ദിക്കിനും പിന്നെ 4 അതിരിലുമായിട്ട് ഒരു ചെറിയ വല വെച്ച് പിന്നെ കുറച്ച് വല അങ്ങ് മേടിച്ച് നമ്മുടെ പറമ്പിൽ മറ്റൊരു പറമ്പിലേക്ക് കോഴി പോകാത്ത വിധം ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. പാവപ്പെട്ടവൻ എന്ത് ചെയ്താലും അത് മറ്റേത് വലിയൊരു കുരുവായിത്തീരും. അതുകൊണ്ട് 4 ദിക്കിലും വല മേടിച്ച് നമ്മുടെ ഈ ഒരു നെഞ്ചിൻ്റെ അളവിന് പൊക്കത്തിന് വല അടിച്ച് നാട്ടി വെച്ചിട്ട് കോഴികളെ മേടിച്ചിടുവാണെങ്കിൽ അതവിടെ കിടന്നോളും. തറയിൽ കിടക്കുന്ന പുഴു, പാറ്റ, പല്ലി, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചോറ് ഐറ്റംസ് നമ്മൾ ഉപയോഗിച്ച് കളയുന്നതായിട്ടുള്ള ഇതും ചെറിയ ചെറിയ രീതിയിലൊക്കെ അത് ചിക്കിപ്പിറക്കി തിന്നും, അതവിടെ കിടന്നോളും. നമുക്ക് കുറച്ച് മുട്ട കിട്ടുമ്പോൾ അതിനെ കൊണ്ടുവന്ന് വിറ്റ് പിന്നെയും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനും കൂടെ ശ്രമിച്ചോണം. അങ്ങനെയാണെങ്കിൽ അടുക്കള കൃഷി പിന്നെ കോഴി വളർത്തൽ കൃഷി നന്നായിരിക്കും. 10 കോഴി തരുവാണെങ്കിൽ ഒരു 20-25 കോഴി 30 കോഴിയാക്കി എടുക്കേണ്ടത് നമ്മുടെ കഴിവാണ്. പിന്നെ ഇച്ചിരി പ്രായമാകുമ്പോൾ തീരെ അങ്ങ് പ്രായമാകുന്നതിന് മുമ്പാണെങ്കിൽ ആ കോഴികളെ വിറ്റ് അതിൽ നിന്നും ഒരു ലാഭം, മുട്ടയിൽ നിന്നും ഒരു ലാഭം, പിന്നെ നമ്മൾ വിരിയിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും ലാഭം കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് മറ്റേത് അതിന് പശു വളർത്തൽ, വീട് മെയിൻ്റനൻസ്, വീട് പണി തീർത്തവരൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ്റനൻസിൻ്റെ സമയമായെങ്കിൽ അത് എഴുതി കൊടുക്കുകയാണെങ്കിൽ മെയിൻ്റനൻസിൻ്റെ ഇത് കിട്ടും. വീട് മറ്റേത് 2 പ്രോജക്റ്റും വീട് മെയിൻ്റനൻസിൻ്റെ. ODF ക്യാമ്പയിൻ അടുത്തതെന്ന് പറയുന്നത് പിന്നെ ഒരു നല്ല രസകരമായ ഒരു കൃഷിയാണ്. തുറസായ കിണർ
ശുചിത്വമാക്കിയെടുക്കാൻ നമ്മളുടെ കയ്യിൽ കാശില്ലാതെ കഷ്ടപ്പെടുന്നവർ കാണും. കിണർ വൃത്തിയാക്കിയെടുക്കാൻ അതിന് വേണമെങ്കിൽ അതിനപേക്ഷിക്കാം. അതിനുള്ള ഇതുണ്ട് പ്രോജക്റ്റ് നമ്പർ 32 തുറന്ന കിണർ ശുചിത്വം കിണർ ആക്കാൻ. അത് 30ലും തുറസായ കിണർ ശുചിത്വം കിണർ ആക്കാൻ. അതും അത് തന്നെ 20, 21 എല്ലാം 22 എല്ലാം അത് തന്നെ. 53ാമത്തെ സെപ്റ്റിക് ടാങ്ക് ഒറ്റക്കുഴി ഇരട്ടക്കുഴി ആക്കുന്നതിന്. ഒറ്റക്കുഴിയായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് വല്ലവർക്കും ഉണ്ടെങ്കിൽ അതിനെ ഇരട്ടക്കുഴിയാക്കി മാറ്റുവാനുള്ള പ്രോജക്റ്റും ഉണ്ട് ഇതിൽ. അടുത്തത് വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ്. അതെന്ന് പറയുമ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കുഞ്ഞതായിട്ടൊരു പെട്ടിക്കടയൊക്കെ തട്ടിക്കൂട്ടിയതിന് ശേഷം വീടുകളിൽ നിന്നുള്ള പലഹാര ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൂടെ വേണമെങ്കിൽ കൊണ്ടുവച്ച് കച്ചവടം ചെയ്ത് ഈ 4 പേരുണ്ടെങ്കിൽ 4 പേരും വീതിച്ച് 1 രൂപയുള്ളെങ്കിലും 4 പേരുണ്ടെങ്കിൽ 25 പൈസ വെച്ച് വീതിച്ചെടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ പദ്ധതി. വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വനിതാ സ്വയം തൊഴിൽ അതും അത് തന്നെയാണ്. 128ാമത്തതും വനിതാ സ്വയം തൊഴിൽ തന്നെ. 96ാമത്തെ പ്രോജക്റ്റിൻ്റെ ഇതും വന്നിരിക്കുന്നത് വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ്. അതും അത് തന്നെ. പിന്നെ ഒരു നല്ലൊരു ഇതുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് മാനസികമായി വെല്ലുവിളി നേരിടുന്നവർക്കുള്ള സ്കോളർഷിപ്പ്. ഓക്കെ. അപ്പോൾ ഈ മാനസികമായിട്ട് ഇച്ചിരി വൈകല്യവും വൈകാരികതയൊക്കെ ഉള്ള പാവപ്പെട്ട അമ്മമാരോ അപ്പച്ചന്മാരോ കുഞ്ഞുങ്ങൾ മക്കൾ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കാണും. ഒന്ന് നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ ഫാമിലിയിലും വന്നുകൂടാഴുകയില്ലല്ലോ. അവരിലൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ഒരിതാണ് പ്രോജക്റ്റ് 51ാമത്തത് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രോജക്റ്റ്. 51ാമത്തെ പ്രോജക്റ്റ് മാനസിക വെല്ലുവിളികളും നേരിടുന്നവർക്കുള്ള സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 40% കൂടുതൽ വൈകല്യം, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം താമസം, അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇത്രയും സാധനം ഉണ്ടായിരിക്കണം. അതായത് ഇവർ 40% കൂടുതൽ വൈകല്യം, സ്കൂൾ സർട്ടിഫിക്കറ്റ് 40% കൂടുതൽ ഇവർക്ക് വൈകല്യം ഉണ്ടായിരിക്കണം. 40% കൂടുതൽ. പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസിക്കുന്നവരായിരിക്കണം. ഈ നിങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിലാണ് ഈ അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി താമസിക്കുന്ന വ്യക്തികളായിരിക്കണം. അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ. UDID കാർഡ്. ഇവർ വൈകല്യമുള്ളവരാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കേട്ടോ. അവർ ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ സർട്ടിഫിക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്ത്. ഇത് ഞാൻ വ്യക്തമായിട്ട് മറ്റേതൊന്നും ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷേ ഇത് ഞാൻ വ്യക്തമായിട്ട് വായിക്കുന്നതിൻ്റെ കാര്യം ഇത് ചിലപ്പം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കത്തില്ലായിരിക്കും ചിലർ. എങ്കിലും ഞാനത് പറഞ്ഞു തരികയാണ്. അമ്മമാരെ 40% എല്ലാവരും കേൾക്കാനാണ്. ഈ വയ്യാത്തവരായിട്ടുള്ള മെയിൻ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയാണ്. 40%, അതായത് കുഴപ്പമില്ലാണ്ട് പോകും എന്ന് തോന്നുന്നവരല്ല, അല്ലാണ്ട് പറ്റത്തില്ല, ഇവരുടെ വൈകല്യം കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമായി നമുക്കറിയാമല്ലോ. 40% പോലും ഇത് 40%-ൽ കൂടുതൽ, അതായത് ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളവരായിരിക്കണം ഈ വ്യക്തികൾ. നമ്മൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ ആർക്ക് വേണ്ടിയാണോ അപേക്ഷിക്കാൻ പോകുന്ന അവർക്ക് 40%-ൽ കൂടുതൽ വൈകല്യമുള്ളവരായിരിക്കണം. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇവർ വല്ലതും പഠിക്കാനെങ്ങാനും പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. ഇല്ല, പഠിക്കാനേ പോയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും
മേടിക്കുക. ഇവരെ സ്കൂളിൽ കയറിയിട്ടില്ല, ഇവരെ വിടാൻ പറ്റുന്ന ഒരു വ്യക്തികളല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസമുള്ളവരായിരിക്കണം ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾ കരം തീർത്ത രസീതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്താൽ മതി. പിന്നെ കേട്ടോ, റേഷൻ കാർഡിൻ്റെ കോപ്പി, കരം തീർത്ത രസീത്, ആധാർ കാർഡിൻ്റെ കോപ്പി, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിലുള്ളതായ ഏത് പഞ്ചായത്തിൽ പെട്ടവരാന്നൊക്കെ അറിയാനുള്ള തെളിവിന് ഉള്ള സർട്ടിഫിക്കറ്റായി. അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, അംഗീകൃത മെഡിക്കൽ ബോർഡ് എന്നുവെച്ചാൽ ഇവരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് വയ്യാതെ വരാതിരുന്ന് കാണത്തില്ല, ഇവരെ കൊണ്ടുപോയി ആശുപത്രി കാണിച്ച് കാണും. ബുദ്ധിയില്ലാത്ത ആൾക്കാരെ, ഈ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കാണും. ഇല്ലെങ്കിൽ കൊണ്ടുപോയി കാണിച്ച് ഇവർക്ക് ബുദ്ധി കുറവാണ് എന്നുള്ളതിൻ്റെത് ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു. UDID കാർഡ് ഇവർ അങ്ങനെ തന്നെ ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അത് ഡോക്ടർ സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടും, അതിൽ നിന്നൊരു വരുമാനം കിട്ടും. ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ വായിച്ചു പോകാൻ നിങ്ങൾ കേട്ടാൽ മതി. 60ാമത്തത് ഇത് തന്നെ 60ാമത്തെ സ്നേഹസ്പർശം, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള സ്കോളർഷിപ്പ്, അതും അത് തന്നെ. പിന്നെ വയോജനങ്ങൾക്ക് കട്ടിൽ. ഓക്കെ, പിന്നെ വയോജനങ്ങളെന്ന് പറയുമ്പം നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നവർക്ക് പിന്നെ ആർക്കെങ്കിലും കട്ടിലൊന്നും ഇല്ലാത്തവർക്കുണ്ടെങ്കിൽ പിന്നെ കട്ടിലിന് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെന്ന് പറയുന്നത് അതിൽ വലിയ ഇതൊന്നും പറയാനില്ല. പിന്നെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, കിടപ്പ് രോഗികൾ ആയിരിക്കണം, 60 വയസ്സിന് മുകളിൽ പ്രായമായവർ ആയിരിക്കണം, 60 വയസ്സിന് താഴെയുള്ള നിർധരരായ കിടപ്പ് രോഗികൾ 60 വയസ്സിന് താഴെയുള്ള നിർധരരായ, അതായത് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവർക്കും അപേക്ഷിക്കാം. അതും കിടപ്പ് രോഗികളായിരിക്കണം കേട്ടോ. 60 വയസ്സിന് താഴെ പ്രായമുള്ള നിർധരരായ കിടപ്പ് രോഗികൾ, ഓക്കെ, നിങ്ങൾക്കും അപേക്ഷിക്കാം. BPL കുടുംബം ആയിരിക്കണം. അത് ചിലപ്പോൾ നടക്കുന്ന കാര്യമാണ്. കാരണം പട്ടിണിയും ദാരിദ്ര്യമുള്ള വീടുകളിൽ എല്ലാം ഞങ്ങൾ അംബാനികളുടെ മേലെ പണക്കാരായിട്ടുള്ളവർക്ക് കിട്ടുന്ന കാർഡാണ് ഞങ്ങൾക്കും കേട്ടോ. ഇല്ല, അതിനകത്ത് പറയും പോലെ 4-5 SBI ബാങ്ക് വരെ ഉള്ളവരാണ് എല്ലാവരും. കഴിഞ്ഞ ഇയറിൽ അംബാനിയേക്കാൾ മേലെ പണക്കാരായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഭിന്നശേഷി വനിതകൾക്ക്. ഭിന്നശേഷി വനിതകൾക്ക് പെട്ടിക്കടയുണ്ടടേ കേട്ടോ, ഭിന്നശേഷി വനിതകൾക്ക്. അപ്പം പിന്നെ പുരുഷന്മാരെന്ത് ചെയ്യും? പട്ടിണി കിടക്കും. ഭിന്നശേഷി വനിതകൾക്ക് പെട്ടിക്കട കേട്ടോ, അവർക്കും അപേക്ഷിക്കാം. അതിന് 40% കൂടുതൽ വൈകല്യം, 40% മേലെ വൈകല്യമുള്ളവരായിരിക്കും, ഇരുന്ന് നിരങ്ങി കഷ്ടപ്പെടുന്നവരായിരിക്കും എന്നവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ടാവും. പിന്നെ ഈ തീരെ ഈ വടിയും കുത്തി നടക്കുന്ന വ്യക്തികൾ, മറ്റൊരാളുടെ സഹായത്തിൽ എഴുതിയിട്ട് നടക്കുന്ന എല്ലാവർക്കും അപേക്ഷിക്കാം. കിട്ടട്ടെ, നമ്മൾ മേടിച്ചെടുക്കാന്നേ. അല്ല പിന്നെ പാവപ്പെട്ടവർക്ക് അംബാനിയേക്കാൾ മേലെ പണക്കാരാണെന്നുള്ള സർട്ടിഫിക്കറ്റും തന്ന് എന്നും പട്ടിണി കിടക്കുന്നതിനേക്കാളും നമ്മുടെ കേരളം ഒന്ന് പുഷ്ടിച്ച് വെക്കണം. നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ മറ്റേതും അതുപോലെ തന്നെ, ഇതും അത് തന്നെ. ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസമായിരിക്കണം, നിങ്ങൾ സ്ഥിരമായി അവിടെ താമസിക്കുന്നതായിരിക്കണം. വാടകയ്ക്കുള്ളവരാണെങ്കിൽ പോലും
ആ പരിസരങ്ങളിൽ എത്ര മാസമായി ഈ സ്ഥലത്തിൽ താമസിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും മക്കളെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം. അംഗീകൃത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, UDI കാർഡ്. അയ്യോ അയ്യോ, ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആ പാവപ്പെട്ടവരുടെ ഗതി എന്താവുക എന്തോ. കൃഷി ഇങ്ങനെയുണ്ടല്ലേ, ക്ഷീരകൃഷി, ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി കേട്ടല്ലോ. പട്ടികജാതി വിദ്യാർത്ഥിനികൾക്ക് പഠനമുറി, അതും ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക് പഠനമുറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ അഭിനയിക്കുന്നതെന്ന് എല്ലാ അക്ഷരപിശാചുക്കളാണ്. പിന്നെ കഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ, കിടക്കാനൊരു റൂം പോലും ഇല്ല, കഷ്ടപ്പെടുകയാണ് എന്ന് ഉള്ളവർ ഇത് എഴുതി അങ്ങ് കൊടുത്തോ. ഒരു റൂമെങ്കിലും കിട്ടിയാൽ എല്ലാവർക്കും കൂടെ കിടന്നുകൂടെ, പഠിക്കുകയും ചെയ്യാം. അല്ലാണ്ട് ഇവരെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും നമ്മളൊരു വഴിയാവും. പഠിക്കുന്ന പിള്ളേരാകുമ്പോഴത്തേക്കും ഇതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു റൂമെങ്കിലും കിട്ടും. പട്ടികജാതി വിദ്യാർത്ഥിനികൾക്ക് പഠനമുറി, ഇതെന്തോന്ന് കോഴിക്കൂടാ? ഇരുന്നുറങ്ങാം മക്കളെ, ഇരുന്നുറങ്ങാം. നിർമ്മിക്കുന്ന പഠനമുറിയുടെ വിസ്തീർണം 100 അടി, 100 ചതുരശ്ര അടിയിൽ അധികരിക്കാൻ പാടില്ല. പിന്നെന്തിന്, ഇത് കോഴിക്കോടല്ലേ. നിലവിലുള്ള മുറി പഠനമുറിയാക്കുകയല്ല, മറിച്ച് പുതിയത് നിർമ്മിക്കണം. നിലവിലുള്ള വീടിന് തറ വിസ്തീർണം 800 സ്ക്വയർ ഫീറ്റിൽ അധികരിക്കാൻ പാടില്ല. ഇച്ചിരി കൂടിപ്പോയി ഇടിച്ചു കളയേണ്ടി വരുവാടാ പടച്ചോനെ. അപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല എന്നർത്ഥം. പട്ടികജാതി വിദ്യാർത്ഥിനികൾക്ക് ലാപ്ടോപ്പ്, ഇത് കേട്ടണം. അപ്പോൾ ഇത് മുന്നോട്ട് വലിയ വലിയ കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ധാരാളമായി അപേക്ഷിക്കാവുന്ന ഒരപേക്ഷയാണിത്. പട്ടികജാതി വിദ്യാർത്ഥിനികൾക്ക് ലാപ്ടോപ്പ്, ബിരുദം എന്നാണോ, ബിരുദാൻ ഇവരെ ഇങ്ങനെയൊക്കെ ബിരുദാനന്തര ബിരുദം, അത് കറക്റ്റായിട്ട് എഴുതി. ബിരുദം നമ്മുടെ അച്ചടിപ്പിശാചുക്കളാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ വായിച്ചതല്ല. ബിരുദാനന്തര ബിരുദം മറ്റ് തത്തുല്യ കോഴ്സുകളിൽ പഠിക്കുന്നവരായിരിക്കണം. പോളിടെക്നിക്, ഡിപ്ലോമ, എൻജിനീയറിംഗ് അടക്കമുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ വായിച്ച് വരുമ്പോൾ എൻ്റെ ദൈവമേ, ആൾക്കാരെന്നെ കളിയാക്കുമല്ലോടേ. മെഡിക്കൽ, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദം കോഴ്സുകളിൽ പഠിക്കുന്നവരായിരിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഇതൊക്കെ ഇംഗ്ലീഷിലങ്ങ് എഴുതിയാൽ പോരായിരുന്നെങ്കിൽ. അക്ഷരമൊന്നും കാണുന്നില്ല. ആർട്ടിക്കിൾ ഷിപ്പ് എന്നാണോ, എന്തുവാന്ന് എന്ന് കോഴ്സുകളിൽ സർക്കാർ ഐഡൻഡ് സ്വയം. ഇതൊക്കെ ഞാൻ വായിച്ചാൽ ശരി വരില്ല, അക്ഷരങ്ങളൊക്കെ ഒന്നും കാണുന്നില്ലടേ. മുഴുവൻ പല പച്ച തെറി വിളിച്ചെന്നും പറഞ്ഞ ആൾക്കാർ എന്നെ തെറി പറഞ്ഞാലോ. അപ്പോൾ മനസ്സിലായല്ലോ, മുന്നോട്ടുള്ള പഠനത്തിൽ വലിയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വയോജനങ്ങൾക്ക് കട്ടിൽ, അവിടെയും കട്ടിലവിടെ, വയോജനങ്ങൾക്ക് കട്ടിൽ, ഇവിടെയും കട്ടിൽ വായിച്ചില്ലേ, ആണല്ലോ, അത് തന്നെ തിരിച്ചങ്ങ് എഴുതിയിരിക്കുക.
വനിതാ വ്യക്തിഗത സ്വയം തൊഴിൽ സംരംഭത്തിന്. അത് കൊള്ളാം. വനിതകൾ എഴുതിയിരിക്കുന്ന കേട്ടോ, വനിതകളായിരിക്കണം. അംഗങ്ങൾ 18-നും 59 വയസ്സിനും ഇടയിലുള്ള തൊഴിൽ രഹിതരായിരിക്കണം. അംഗങ്ങൾ 18 മുതൽ 59 വയസ്സ് വരെ പ്രായപരിധിയിൽ ഉൾപ്പെടുന്ന തൊഴിൽ രഹിതരായിരിക്കണം. ഇതൊക്കെ തന്നെയല്ലേ, അത് തന്നെ. അഞ്ച് ലക്ഷത്തിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവരായിരിക്കണം. അങ്ങനൊക്കെ വരിച്ചും കുണിച്ചും ഒക്കെ നോക്കിയാലും 2-3 ലക്ഷം വരത്തില്ല. അപ്പോഴാണ് 5 ലക്ഷം. വനിതാ ഗ്രൂപ്പ് സ്വയം തൊഴിൽ സംരംഭത്തിന് കേട്ടോ. മുറ്റത്തൊരു മീൻതോട്ടം, മുറ്റത്ത് വല്ല മീൻ വളർത്താൻ ഉദ്ദേശമുള്ളവർക്ക് അപേക്ഷിക്കാം. വനിതകൾക്ക് അലങ്കാര മത്സ്യ കൃഷിയും വിത്ത് ഉൽപ്പന്നവും കേട്ടോ. അലങ്കാര മത്സ്യത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അപേക്ഷിക്കുക. അലങ്കാര മത്സ്യമൊക്കെ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അലങ്കാര മത്സ്യം വളർത്തുകയാണെങ്കിൽ അവർ ഒരു ചെറിയൊരു കവറിലൊക്കെ ആക്കി അത് കുട്ടികളൊക്കെ ആകുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വിറ്റ് കാശാക്കും മക്കളെ. ഇല്ലെങ്കിൽ വല്ല പിന്നെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കാശാക്ക്. പിന്നെ ബ്ലോക്ക് തലത്തിലുള്ള ഇതൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നത്. അതിൽ കാശ് ഇപ്രാവശ്യം കുറവാണ്. അപ്പം പിന്നെ നിങ്ങൾ ഇതൊക്കെ അപേക്ഷിച്ച് ഇത് കറക്റ്റായിട്ട് ഈ ഒരു പേപ്പറ് പഞ്ചായത്ത് തലത്തിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത് എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അപേക്ഷിക്കാവുന്ന പദ്ധതിയുടെ പേരും നമ്പരും കേട്ടോ. പേരും നമ്പരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ നമ്പരും കൂടെ അടക്കം എഴുതണം. നിങ്ങളുടെ പേര് എഴുതുക, മേൽവിലാസം, ഫോൺ നമ്പർ, ആധാർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, വാർഡ് നമ്പർ, അപേക്ഷകൻ ഉൾപ്പെടുന്ന വിഭാഗം, BPL കുടുംബം അംഗം ആണോ, തൊഴിൽ, അടുത്തത് വാർഷിക വരുമാനം, താമസിക്കുന്ന വീട് വൈദ്യുതീകരിച്ചതാണോ, താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥത, താമസിക്കുന്ന വീടിൻ്റെ മേൽക്കൂര വാർത്തതാണോ വാർക്കാത്തതാണോ എന്നുള്ളതാണ്. ഓട്, കോൺക്രീറ്റ്, മറ്റുള്ളവ. താമസിക്കുന്ന വീടിൻ്റെ ചുവർ, എന്തൊക്കെ എഴുതണം. താമസിക്കുന്ന വീടിൻ്റെ തറ, വീട് നിർമ്മിച്ച വർഷം, കെട്ടിട നികുതി അവസാനം ഒടുക്കിയ തുക, അതായത് കരംതീർത്ത രസീതിൽ നിങ്ങൾ അടയ്ക്കുന്ന ഇത്, വസ്തുവിൻ്റെ തരം, സർവേ നമ്പറുകൾ, ബ്ലോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറേ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാൻ അർഹതയുള്ളവരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. പിന്നെയെന്ന് പറയുന്നത്, അപേക്ഷയെന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ വീഡിയോ എന്തായിരുന്നാലും ഒരുപാട് പേര് കാണുമ്പോഴത്തേക്ക് എല്ലാ പഞ്ചായത്തുകളിലും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒന്നും വീടുള്ളവരല്ല. അപ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലും
ഒരു ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തവരൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ വാടകയ്ക്ക് കിടക്കുന്നവർക്ക് ചിലപ്പം അധ്വാനിച്ച് കൊണ്ടുവന്ന കാശിൽ ഉപജീവനം കഴിക്കേണ്ടവരൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന സംഗതികളെന്ന് പറയുന്നത് കോഴി, പിന്നെ അലങ്കാര മത്സ്യം, അതൊക്കെ ആകുമ്പോൾ ഒരു പിന്നെ വല്ല കണ്ണാടിച്ചില്ലൊക്കെ മേടിച്ചിട്ട് മീൻ തൊട്ടിയൊക്കെ മേടിച്ചിട്ട് വളർത്തി അവർക്ക് ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ പറ്റും. അതേമാതിരി ചെടി, പിന്നെ ഈ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, ഈ സ്നാക്സ് ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് ആധാരത്തിൻ്റെ പേപ്പർ, അതിനകത്ത് കര ഒടിക്കുക, രസീത്, അത് ഇത് ചള്ളു പൊട്ടൊന്നും ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും ഈ സമൂഹത്തിൽ ജീവിക്കണം. അപ്പോൾ അവർക്കും ഒരു വരുമാനം വരണമെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയുള്ള രീതിയിൽ അനുകൂലമായിട്ട് അവർക്കും ഉപയോഗപ്രദമായി അവരും ജീവിക്കണം നമ്മുടെ സമൂഹത്തിൽ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കും ഒരു വരുമാനം വേണം. അവർ പുറന്തള്ളപ്പെട്ടും വീടും സ്ഥലം ഉള്ളവർ മാത്രം നമ്മൾ ചേർത്ത് പിടിക്കുകയും വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തവരെ പുറന്തള്ളിക്കളയുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഇതുപോലുള്ള ഫോമുകൾ വേണ്ട നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള ഫോമുകളല്ലാണ്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ പരിസരം, അവർ താമസിക്കുന്ന പരിസരം ചീത്തയാക്കാത്ത വിധം അടുക്കള കോഴിക്കൃഷി, ഇതുപോലെ അലങ്കാര മത്സ്യങ്ങൾ, പിന്നെ ഈ പഞ്ചായത്ത് തലത്തിലുള്ള എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു ആനുകൂല്യം, ഇതൊക്കെ ഈ 3 സംഭവം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്ത് അവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് ഇതുപോലുള്ള ഈ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന അപേക്ഷകൻ്റെ പിന്നെ ജാതി അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എഴുതി കൊടുക്കാമെന്ന് വയ്ക്കാം. താമസിക്കുന്ന വീട് വൈദ്യുതീകരിച്ചതാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാടകയ്ക്ക് കിടക്കുന്ന എന്തായിരുന്നാലും വൈദ്യുതീകരിച്ചതായിരിക്കും. പിന്നെ താമസിക്കുന്ന വീട്ടിൽ അത് വാടക വീട്ടിൻ്റെ കരംതീർത്ത രസീതൊന്നും നമുക്ക് തരാൻ പറ്റുമെന്ന് വരത്തില്ല. നമുക്കെന്നല്ല, ഇങ്ങനെ താമസിക്കുന്ന വ്യക്തികൾക്ക് തരാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ അവർക്കും അനുകൂലമായ രീതിയിൽ ഒരു മറുപടി വരണം. ഇത് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുക. നമുക്ക് ഇനി വരുന്ന പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഈ താമസിക്കാൻ ഇടവും സ്ഥലവും ഇല്ലാത്തവർക്കും അവർക്കും ഒരു ആനുകൂല്യം കിട്ടി അവരും ഈ സമൂഹത്തിൽ ജീവിക്കണം, അവർക്കും അനുകൂലമായിട്ടുള്ളൊരു പേപ്പർ തുണ്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.